ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 5/2/2025 തിങ്കളാഴ്ച 24,459 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,500 എന്ന ലെവലിലാണ്. അതായത് ഒരു 40ലധികം പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ആണ് ചാർട്ട് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ്, അതായത് ഇവിടെ നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചാൽ ആദ്യം ലഭിക്കാവുന്ന ടാർഗറ്റ് 24,505 ആയിരുന്നു. ആകെ ഉയരം തന്നത് 509 വരെയാണ്. ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം ചെറിയൊരു മൂവ്മെന്റ് അപ്വേർഡ് പിന്നീട് സെല്ലിംഗ് ആയി മാറുകയായിരുന്നു. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിച്ചാൽ ഒരു 175ലധികം പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ് ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളത്. ഗ്യാപ്പ് അപ്പ് തന്നുവെങ്കിലും ഇവിടം ഒരു സെല്ലിംഗ്, പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലേ, അത്തരത്തിൽ ഒരു സെല്ലിംഗ് പാറ്റേണിലേക്ക് തിരിയുന്നത് വളരെ വേഗം മനസ്സിലാവുമായിരുന്നു. ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് പ്രൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ അത് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരാൾക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരുന്നെങ്കിൽ വളരെ വേഗം ഒരു ടാർഗറ്റ് ലഭിച്ചു. നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒന്ന് റിവേഴ്സായി ഇത്തരത്തിലൊരു സെല്ലിംഗ് കിട്ടി. ഇവിടെ നിന്നും വീണ്ടും അപ്പ് മൂവ് കിട്ടുന്നു. എന്നാൽ പുതിയ ഉയരം തരാൻ ശ്രമിക്കാതെ നിഫ്റ്റി വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാൾക്ക് വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡേയ്സ് കൈ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയും ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ പ്രൈമറി സപ്പോർട്ടും രണ്ടാമത്തെ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് കൃത്യമായ ഒരു ടാർഗറ്റ് തന്നു. അവിടെ നിന്ന് റിവേഴ്സൽ. പിന്നീട് പ്രൈസ് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ലാസ്റ്റ് മണിക്കൂർ വരെയും തന്നെ പ്രൈസ് കൃത്യമായും ഈ ഒരു റേഞ്ചിൽ മാത്രം കൺസോൾഡേറ്റ് ചെയ്തു. ഇവിടവും ട്രേഡബിൾ ആണ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായും ആ പ്രൈസ് ആക്ഷൻ, പ്രൈസ് മൂവ്മെന്റ് അറിയാവുന്ന ഒരാൾക്ക് കൃത്യമായും ഇത് ഇവിടെ നിന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുമായിരുന്നു, ഇവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ വലിയ ടാർഗറ്റുകൾ ലഭിക്കും എന്നല്ല, മറിച്ച് ഇത് ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും അവസാന 5 മിനിറ്റിൽ വീണ്ടും ബ്രേക്ക് ചെയ്ത് നമ്മൾ രേഖപ്പെടുത്തിയ പ്രധാന സപ്പോർട്ടിലേക്ക്, അടുത്ത സപ്പോർട്ട് ലെവലായ 24,320 എന്ന ലെവലിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യത്തെ ഒരു 1.5 മണിക്കൂറിന് ശേഷമുള്ള അവസരങ്ങളെല്ലാം കൺസോൾട്ടേഷൻ ആയിരുന്നു. വളരെ വിജിലൻ്റായി ട്രേഡ് ചെയ്താൽ മാത്രമേ അവിടെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്ന് നൽകിയ ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. നിഫ്റ്റി ക്ലോസ് ചെയ്ത ലെവൽ തന്നെ 24,335 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 24,284 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 24,543 രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടു താഴെ മൈനർ റെസിസ്റ്റൻസുകളായി 24,439, 511 എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 543 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 590 എന്നുള്ളതാണ് അടുത്ത ഒരു മൈനർ റെസിസ്റ്റൻസ് ഉള്ളത്, ഇതിന് മുകളിൽ മാത്രം. ഓക്കെ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകളിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ മൈനർ റെസിസ്റ്റൻസ് തന്നെയാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ വിവരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് 24,237 എന്ന് പറയുന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് അല്പം വീക്ക് ആയേക്കാമെന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 24,134 എന്ന ലെവൽ അല്പം സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
54,172 എന്ന ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയ ലെവൽ തന്നെയാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ഒരു മൈനർ സപ്പോർട്ട് 53,792 എന്ന ലെവൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് 55,120 ആണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനിടയിൽ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയി 54,610 എന്ന ലെവലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് വഴിയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് 54,610 എന്ന മൈനർ റെസിസ്റ്റൻസ് തന്നെയാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 53,792 എന്ന ലെവൽ തന്നെയാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് അല്പം കൂടെ വീക്ക് ആയേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഗ്രാജ്വലി ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ സപ്പോർട്ട് ലെവലുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. മറ്റ് ഇൻഡെക്സുകളിൽ എന്നതുപോലെ 80,487 എന്ന സെൻസെക്സ് ക്ലോസ് ചെയ്ത ലെവൽ തന്നെയാണ് സെൻസെക്സിൽ ആദ്യമായി കിട്ടാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 80,372 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി 81,119 എന്ന ലെവലാണ് രേഖപ്പെടുത്തുന്നത്. അതിന് താഴെ മൈനർ റെസിസ്റ്റൻസ് ആയി 80,837 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടത് 80,837 എന്ന ലെവൽ തന്നെയാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് കരുതുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 80,267 എന്ന് പറയുന്ന ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് എന്ന് മാത്രം. എന്നാൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് അല്പം കൂടെ വീക്ക് ആയേക്കാമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ ചേർത്തിരിക്കുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സ്ഥിരമായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ നാളേക്ക് വേണ്ടി എനിക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമായ ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. എൻ്റെ ചാനലിലെ വ്യൂവേഴ്സിനും പഠനാർത്ഥം പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ ഇത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങളുടെ പരിശോധനയിൽ നമ്മളുടെ ട്രേഡിംഗ് പ്ലാനും അതിൽ രേഖപ്പെടുത്തുന്ന ലെവലുകളും ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ എൻ്റെ വാട്സപ്പ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്